നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ആയില്യം നക്ഷത്ര ജാതരുടെ ഏകദേശം 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്ന സൂര്യചന്ദ്ര ദശാകാലങ്ങളുടെ ഗുണദോഷ ഫലസാധ്യതകളാണ്. ഏതൊരു ആയില്യ നക്ഷത്രജാതനം ജനിക്കുന്നത് ബുധദശാകാലത്തിലാണ്. ബുധദശാകാലത്തിൻ്റെ പരമാവധി കാലദൈർഘ്യം എന്ന് പറയുന്നത് 17 വർഷമാണ്. എന്നാൽ എല്ലാ ആയില്യ നക്ഷത്രജാതർക്കും 17 വർഷം ബുധദശ കിട്ടില്ല. ജനന സമയത്തെ ആശ്രയിച്ച് ചിലപ്പം 17 ദിവസമോ 6 മാസമോ 1 വർഷമോ 5 വർഷമോ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരാം. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ കണക്കിനായിട്ട് ഒരു കണക്കൊപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ബുധദശാകാലം എന്ന് പറയുന്നത് ആയില്യ നക്ഷത്രജാതർക്ക് ജനന ദിവസം മുതൽ 8 വയസ്സ് വരെ എന്നും 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കേതുർ ദശാകാലമെന്നും 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടം ശുക്രദശാകാലമെന്നും 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള കാലഘട്ടം സൂര്യദശാകാലമെന്നും 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടം ചന്ദ്രദശാകാലഘട്ടമെന്നുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മളിന്ന് പറയുന്നത് സൂര്യചന്ദ്ര ദശാകാലങ്ങളിലെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഒരു ആയില്യ നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ സൂര്യാന്തര ദശാകാലങ്ങളെ ഗുണമോ ദോഷമോ എന്ന് പറയണമെങ്കിൽ ഏതൊരു ആയില്യ നക്ഷത്രജാതനായ വ്യക്തിയുടെയും ജാതകത്തിൽ ഗ്രഹനിലയിൽ സൂര്യചന്ദ്രന്മാർ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് കൃത്യമായ ഫലം വരിക. എന്നാൽ നമുക്ക് സൂര്യചന്ദ്രന്മാരുടെ ഫലം ഗുണവും ദോഷവും എന്തൊക്കെയാണെന്ന് നോക്കാം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ അനുഭവവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏത് ദശാകാലമാണ് അല്ലെങ്കിൽ ഏത് ഒരു ഭാവത്തിലാണെന്നുള്ള ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. നമുക്കിതാദ്യം പറയാൻ പറ്റുന്നത് ആയില്യം നക്ഷത്രജാതരുടെ സൂര്യദശാകാലം, അതായത് ഏകദേശം 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സൂര്യൻ അനുകൂലമാണെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളുടെ ലാഭം, പിതാവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ, പിതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധനപരമായിട്ടുള്ള സ്വത്ത് സംബന്ധമായിട്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കരാർ പണികളോ മറ്റോ ഒക്കെ ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. വനപർവ്വത പ്രദേശങ്ങളിലുള്ള സഞ്ചാരവും പർവ്വത മേഖലകളിൽ ഉത്ഭവിക്കുന്ന വസ്തുക്കൾ മൂലമുള്ള വിപണനം കൊണ്ടുള്ള നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ആനക്കൊമ്പ്, പുലിനഖം പോലെയുള്ള വസ്തുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സാമഗ്രികളുമായിട്ടുള്ള ക്രയവിക്രയം, അതിലൊക്കെ നല്ല ലാഭം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ വൻ ആദായം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരിക്കും. ചുരുക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തി, പ്രതല പഞ്ചായത്തിൻ്റെ അധ്യക്ഷനാവുക, അതല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെ അധ്യക്ഷനാവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അയൽക്കൂട്ടങ്ങൾ പോലെയുള്ളവയുടെ അധ്യക്ഷനാവുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരപ്രാപ്തിയോ ഉദ്യോഗലബ്ധി, അതായത് തൊഴിൽ ലഭിക്കുക, വിദേശത്തോ സ്വദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ ലഭിക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഈ മരുഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ, വനപർവ്വത പ്രദേശങ്ങളുമായി സമതല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലെ തൊഴിൽ, യുദ്ധഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകൾ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഖനന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ശുദ്ധീകരണശാലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകൾ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ തൊഴിൽ കിട്ടാനും അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണനം കൊണ്ട് ഉപജീവനം കഴിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉത്തമമായിട്ടുള്ള വിവാഹ ബന്ധം വരാം, സൽപുത്ര ഭാഗ്യം ഉണ്ടാകാം, രാജകീയ ചിഹ്നങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കാം, രാജകീയ ചിഹ്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള യൂണിഫോം അണിയുന്നവരുമായിട്ട് വളരെയേറെ ചങ്ങാത്തം വരാം.
അങ്ങനെ സൂര്യൻ അനുകൂലമാണെങ്കിൽ രാജകീയ തുല്യമായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി സൂര്യൻ പ്രതികൂലമാണെങ്കിലും പിതാവിൻ്റെ നാശം മുതൽ പിതാവുമായിട്ടുള്ള കലഹം, വിരോധം, കേസ് വഴക്കുകൾ വരെ പറയണം ഫലമായിട്ട്. അതുകൂടാതെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, നേത്ര സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ദുഷ്കീർത്തി, ഏത് കാര്യം എങ്ങനെ ചെയ്താലും അതിലൊക്കെ ഒരു കൈപ്പഴ പറ്റുക, ഒരു പ്രയോജനവുമില്ലാത്ത യാത്രകൾ ചെയ്യുക. യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരയാത്രകൾ വേണ്ടി വരും, വനപർവ്വത പ്രദേശങ്ങളിലൊക്കെ കടന്നുള്ള യാത്രകൾ വേണ്ടി വരും. ഈ യാത്രകളുടെയൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടാകത്തില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വർദ്ധിക്കുന്ന സമയത്ത് ചിലർ സന്യസിക്കാൻ പോകുന്നെന്നും പറഞ്ഞൊരു പോക്കൊക്കെ പോകും. ഒരു കാര്യമില്ലേ, ഇങ്ങനൊരു പോക്ക് അങ്ങോട്ട് പോകും. അതായത് എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന തരത്തിലേക്ക് ഒരു എസ്കേപ്പിസം. സൂര്യൻ അതിനീചനാണെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാജഖജനാവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് കാരാഗ്രഹവാസം വരെ ഉണ്ടാവാം. സൂര്യൻ ശുഭനാണെങ്കിൽ രാജഭരണത്തിൽ ഇരിക്കുന്നവരെ ഉപദേശിക്കുവാൻ തക്ക തസ്തികകളിലേക്ക് നിയമനം ലഭിക്കേണ്ടതുണ്ട്. ചില ഇപ്പം സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഈ പറയുന്നത് പോലെയുള്ള ഒരു 35-41 വയസ്സിലൊക്കെ എങ്ങനെയാണ് അതിന് സാധിക്കും. രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങളുമൊക്കെ ചിലപ്പം ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ശുഭനാകുന്ന സൂര്യൻ സൽകീർത്തിയും ധനാലബ്ധിയും പൗത്രാദിലാഭവും ആയുർവർദ്ധനവും പ്രദാനം ചെയ്യുമ്പോൾ നീചാവസ്ഥയിൽ നിൽക്കുന്ന സൂര്യൻ ഹൃദ്രോഗം മുതൽ ദുഷ്കീർത്തി വരെയുള്ള കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നു. സൂര്യനെ കൊണ്ടാണ് കുഷ്ഠരോഗം പറയുന്നത്. സൂര്യൻ പിഴച്ചാൽ, സൂര്യൻ നീചനായിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ കുഷ്ഠരോഗം വരെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതാണ് സൂര്യദശ സംബന്ധിച്ചിട്ടുള്ള ഒരു ആമുഖം നമ്മൾ അറിയാനുള്ളത്. ഇനി സൂര്യൻ പിഴച്ചു പോയാൽ എന്താ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരം? രുദ്രനെ പ്രീതിപ്പെടുത്തുക. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ, നെറ്റിയിലെ കണ്ണ് തുറന്നിരിക്കുന്ന ഭാവത്തിലുള്ള ശിവൻ. ഞായറാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കൂവളമാല സമർപ്പണം, കൂവളത്തല കൊണ്ട് അർച്ചന, ശിവങ്കൽ ധാര തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥന ചെയ്യുന്നത് സൂര്യൻ പിഴച്ചതിനുള്ള ദോഷപരിഹാരമായിട്ട് പറയുന്നതാണ്. സൂര്യദശാകാലത്ത് നമ്മൾ ഗോതമ്പ് ഭക്ഷണം ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സൂര്യൻ സ്വാധീനിക്കുന്ന ധാന്യം ഗോതമ്പായതുകൊണ്ട് എന്നും ജ്യോതിഷ അഭിപ്രായമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ആയില്യ നക്ഷത്രജാതരുടെ 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ചന്ദ്രദശാകാലം. ചന്ദ്രദശാകാലവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതകത്തിൽ ചന്ദ്രൻ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഗുണദോഷ ഫലങ്ങൾ വരിക. ഇനി ചന്ദ്രൻ ശുഭനാണെന്ന് കരുതുക. ചന്ദ്രൻ ശുഭനാണെങ്കിൽ മാതാവിൽ നിന്നുള്ള സഹായമുണ്ടാകും, മാതാവിൻ്റെ സ്വത്ത് കൈവശം വരും, മാതാവും മാതാവിൻ്റെ സഹോദരസ്ഥാനീയരുമായിട്ടുള്ളവരിൽ നിന്നും പലവിധത്തിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാം, സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കാനിടയുണ്ട്, അതുപോലെ തന്നെ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ലഭിക്കാനിടയുണ്ട്. മന്ത്രബലം, അതായത് മന്ത്രം ജപിക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അതിന് ഒരു പ്രത്യേകിച്ചൊരു റിസൾട്ട് കിട്ടും. മാനസികമായിട്ടുള്ള ഒരു മനസ്സന്തോഷം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റും. സമതല പ്രദേശങ്ങളിലോ കുളങ്ങൾ, ആമ്പൽക്കുളങ്ങൾ, സമുദ്രം പോലെയുള്ള ജലാശയങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടോ യാത്ര ചെയ്യേണ്ടി വരും. അതിൻ്റെ പരിസരങ്ങളിലൂടെയൊക്കെ ഉള്ള യാത്രകളും സഹവാസമൊക്കെ മനസ്സിന് വളരെ സന്തോഷമുണ്ടാക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനവരവുണ്ടാകും. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും കാര്യങ്ങളെല്ലാം മണിമണിയായിട്ട് വളരെ വേഗത്തിൽ നടന്നു കിട്ടും.
മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും പ്രാക്കും കണ്ണീറും ഒന്നും ബാധിക്കില്ല. അതുപോലെ തന്നെ ഉന്നത കുലജാതരായിട്ടുള്ളവരുമായിട്ട് സൗഹൃദത്തിലാവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ അവരുമായിട്ട് പ്രണയത്തിലാവുകയോ ചെയ്യാം. അതായത് രാജതുല്യമായിട്ടുള്ള പദവികളിൽ ഇരിക്കുന്നവരെന്നാണ് പറയുക. അപ്പം ചന്ദ്രൻ ശുഭനാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർ, വെള്ള വസ്ത്രം ധരിക്കുന്നവർ, വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവർക്കൊക്കെ ചന്ദ്രൻ്റെ ദശാകാലമാണ്. ചന്ദ്രൻ ശുഭനാണെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത സ്ഥാനമാന ബഹുമാനാദികൾ ലഭിക്കും. ചന്ദ്രൻ സ്വാധീനിക്കുന്ന നിറം വെളുപ്പ് എന്നാണ് പറയുക. ചന്ദ്രൻ സ്വാധീനിക്കുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് സമുദ്രം, കടൽ, അമ്പൽപ്പൂവ് കിടക്കുന്ന ജലാശയങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, ഇവയിലൊക്കെ ചന്ദ്രൻ സ്വാധീനിക്കുന്നു. ദുർഗാദേവിയുടെ ക്ഷേത്രം, ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സമാധാനം, ധനസമ്പാദനത്തിന് പറ്റിയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചന്ദ്രൻ അനുകൂലമാണെങ്കിൽ ചന്ദ്രദശാകാലത്ത്. ഇനി ചന്ദ്രൻ പ്രതികൂലനാണെന്ന് വിചാരിക്കുക. ചന്ദ്രൻ പ്രതികൂലനാണെങ്കിൽ മാനസികമായിട്ടൊരു സമാധാനം കിട്ടില്ല. മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണ്. മനസ്സമാധാനം കിട്ടത്തില്ല. ചില അവസരങ്ങളിൽ മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷന് വിധേയമാകും. മാനസിക രോഗത്തിന് തന്നെ അടിമയായേക്കാം. മനസ്സ്, മന്ത്രം, ബുദ്ധി, ജ്ഞാനം ഇതെല്ലാം ചന്ദ്രനോട് ബന്ധപ്പെട്ടാണ്. ദുർബുദ്ധി പ്രവർത്തിക്കുക, സൽബുദ്ധി പ്രവർത്തിക്കില്ല. ഏതെങ്കിലും കാര്യത്തിൽ ദുർബുദ്ധി പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ മാതാവുമായിട്ട് ശത്രുതയിലാകും. മാതാവ് ആർജിച്ച സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള തർക്കം വലിയ വിവാദങ്ങളിലേക്ക് പോകും. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികൾ തരം താഴ്ത്തപ്പെടും. ഏതെങ്കിലും ജോലി സ്ഥലത്തൊക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശിക്കുന്നതിൽ വേഗതയിൽ തിരിച്ചു പോരും. അതുപോലെ തന്നെ എന്തെല്ലാം വഴിപാട് നടത്തിയാലും എത്രയൊക്കെ പ്രാർത്ഥന ചെയ്താലും ഒന്നും വിജയിക്കില്ല. ഒന്നിലും ഒരു വിജയം കിട്ടില്ല. പ്രാർത്ഥനകളൊക്കെ വിഫലമാകും. മന്ത്രസിദ്ധി നേടാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം. വളരെ അടുത്ത് പെരുമാറിയിരുന്ന ആളുകൾക്ക് പോലും വിരോധം. അബദ്ധ സഞ്ചാരത്തിനുള്ള താല്പര്യം, അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്തെങ്കിലും കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിറ്റാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളെ തന്നെ അടിയറവ് വെച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ദുർബുദ്ധി പ്രവർത്തിക്കുക. അപ്പോൾ ചന്ദ്രൻ നീചനാകുന്ന അവസ്ഥയിൽ മാനസിക നില തെറ്റുന്നത് മുതൽ, മാനസികമായി ഡിപ്രഷൻ ഉണ്ടാകുന്നത് മുതൽ ദുഷ്കീർത്തി ഉണ്ടാകുന്നത് വരെയുള്ള ഫലങ്ങളിലേക്ക് പോകാം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില രാഷ്ട്രീയ പൊതു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിലം പതിക്കാൻ ഇടയാകുന്ന വിവാദങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ വരുന്നത്, അതല്ലെങ്കിൽ പാല്, കർപ്പൂരം, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള മേഖല, ജലം, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വരുന്നത്, ഇതൊക്കെ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ നീചനാകുന്ന ചന്ദ്രൻ ഒരുത്തൻ്റെ മനസ്സമാധാനം മാത്രമല്ല കെടുത്തുന്നത്, അവൻ്റെ സൽകീർത്തിയും നശിപ്പിക്കും. അവൻ്റെ കുടുംബത്തിൽ അവൻ കലഹമുണ്ടാക്കും. ചുരുക്കം പറഞ്ഞാൽ അവനെ ഒരു അരവട്ടനാക്കി മാറ്റുന്നർത്ഥം. കാരണം മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സമയത്ത് ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. പോയിട്ട് ഒന്നിനെ പുറകെ പ്രശ്നങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ സമുദ്രത്തെ സ്വാധീനിക്കുന്നുണ്ട് ചന്ദ്രൻ. സമുദ്രത്തിൽ വീണുള്ള മരണം, കടലിൽ വീണുള്ള മരണം പറയാം, ജലത്തിൽ വീണുള്ള മരണം ഇത് പറയാം. അപസ്മാരം കൊണ്ട് അപസ്മാരം ഉണ്ടായി ജലത്തിൽ വീണ് മരിച്ചു. ചന്ദ്രൻ്റെ ദുസ്വാധീനമാണ്. പല കാര്യങ്ങൾ പല സ്വാധീനം വരാം. എന്നാലും പ്രകടമായിട്ട് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധ ആസ്മ പോലുള്ള രോഗങ്ങളുമൊക്കെ വരുന്നത് ചന്ദ്രൻ പരീക്ഷിക്കുമ്പോഴാണ്. അപ്പം ചന്ദ്രനെ കൊണ്ട് ഇത്തരം ദോഷങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇവരെ സംബന്ധിച്ച്
ആയില്യക്കാരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ചന്ദ്രദശ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നൽകാൻ സാധ്യതയുള്ളത്. ചന്ദ്രൻ പിഴച്ചാൽ എന്താണ് ജ്യോതിഷപരമായിട്ട് പറയാൻ പറ്റുന്ന പരിഹാരം എന്ന് ചോദിച്ചാൽ ദുർഗാദേവിയെ ഭജിക്കുക, തിങ്കളാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ പാലിൽ ശംഖിൽ പാലഭിഷേകം നടത്തുന്നതും ആമ്പൽ പൂവ് സമർപ്പിക്കുന്നതും ചന്ദ്രദോഷ പരിഹാരമായിട്ട് ജ്യോതിഷം വിധിക്കുന്നു. തിങ്കളാഴ്ച ദിവസമാണ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം. ചന്ദ്രൻ്റെ ദിവസമായിട്ട് ജ്യോതിഷം കണക്കാക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം ഈ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ബലസിദ്ധിയാണെന്നാണ് പറയുക. ഇതാണ് നമുക്ക് ആയില്യ നക്ഷത്രയാത്രയുടെ ദശാകാലങ്ങളെക്കുറിച്ച് പറയാനുള്ളതിൽ ഒരു ഭാഗം. ബാക്കിയുള്ള ദശാകാലങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.